ഈ നിവർത്തികേടിലെ സമയത്താണ് ഫ്രോസൺ ഞാൻ ആ നിവർത്തികേടിന്റെ കാര്യം തന്നെയാണ് അവിടെയാണ് പറയുന്നത്. ഫ്രോസൺ ആവുന്നത്. അതെ, കാരണം അവർക്ക് അതാണ് സ്വപ്നം. അവിടെ ആ കുട്ടി അശക്തയാണ്, അതെ, അല്ലെ അശക്തനാണ് ഈ എതിരിടാൻ വേണ്ടി. അവിടെ ഒന്നുമില്ലെങ്കിൽ ഓടി ഒളിക്കാം, അല്ലെങ്കിൽ എതിർക്കാൻ ശ്രമിക്കാം. പക്ഷേ ഓടി ഒളിക്കുക അല്ലെങ്കിൽ ഫ്രോസൺ ആയി പോകുന്ന അവസ്ഥകളൊക്കെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പലപ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കാത്തത്. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്? അതെ, ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലപ്പോഴും ഈ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തലയിൽ മുണ്ട് ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ്. അതെ, പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നത്. അതെ, അല്ല, ഇപ്പോൾ ഞാൻ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, പക്ഷേ ഞാൻ തന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതി വരാറുണ്ട്. അതെ, കുറ്റം ആരാണോ ആരോപിക്കുന്നത് അവർ തന്നെ കുറ്റവാളിയായിട്ട് സമൂഹം ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ വേഷവിധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണെങ്കിലും ആ കുട്ടി അങ്ങനെ നടന്നതുകൊണ്ടല്ലേ, ആ കുട്ടി രാത്രി 12 മണിക്ക് നടന്നതുകൊണ്ടല്ലേ, ആ കുട്ടിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അവിടെ തലയിൽ മുണ്ടിടേണ്ടത് ഇതിങ്ങനെ ചെയ്ത ആളുകളാണ്. പക്ഷെ നമ്മളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അത് കാലങ്ങളെടുത്തിട്ടാണെങ്കിൽ മാറും. കാഴ്ചപ്പാടുകൾ എന്തായാലും മാറുകയില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക തന്നെ വേണം. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് അതാണ്. കാരണം അവര് ഇങ്ങനെയൊക്കെ സാറ് പറയുന്നത് അത് തന്നെയാണ് ശരിക്കും. ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടന്നിട്ടല്ലേ, ഇങ്ങനെയല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ആക്രമിക്കപ്പെടാനാണോ? ആണോ? ഇവരുടെ സ്വാതന്ത്ര്യമല്ലേ. എനിക്ക് രാത്രി 12 മണിക്ക് നടക്കാമെങ്കിൽ എൻ്റെ അതേ ആളുകൾക്ക് മറ്റുള്ളവർക്കും രാത്രി സഞ്ചരിക്കാമല്ലോ. ഞാൻ ഈ നിവർത്തികേടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ നിവർത്തികേട് നമ്മളുടെ പിന്നാലെ തന്നെയുണ്ട്, പല രീതികളിൽ, പല വേഷങ്ങളിൽ, പല അനുഭവങ്ങളിലൂടെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ. നിങ്ങൾ 10 പേരെ കാവലായിട്ട് വെച്ച് നിങ്ങൾ യാത്ര പോവുകയാണ്, നടക്കുകയാണ്, ഒരു 30 പേര് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ, നിവർത്തികേടായില്ലേ? അപ്പം ശക്തനും അശക്തനും എന്നുള്ളതാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് പരമാവധി പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് നമ്മളുടെ സ്മാർട്ട്നെസ് ആണ്, എങ്ങനെ നമ്മളത് ആ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മളുടെ എഡ്യൂക്കേഷണൽ ലെവലിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ പഠിപ്പിക്കേണ്ടത് എങ്ങനെ ഇത്തരത്തിലുള്ള ട്രാപ്പ് അവോയ്ഡ് ചെയ്യാവുന്ന ട്രാപ്പുകൾ. ഇപ്പോൾ നിങ്ങളൊരു യാത്ര പോവാണ്, ഇപ്പോൾ ലേഡി യാത്ര പോകുന്നു, അപകടം നിറഞ്ഞ സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള അടുത്തുള്ള ആളുകളോ അച്ഛനോ അമ്മയോ അവരൊക്കെ വെച്ച് കൊണ്ടുപോകാം. രാത്രി സെക്കൻഡ് ഷോയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന സമയത്ത് സിനിമയ്ക്ക് പോകാൻ പാടില്ല എന്നുള്ളതല്ല, ഞാൻ 100% പിന്തുണയ്ക്കുന്നു. അവർക്ക് പോകാൻ കഴിയണം. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ കൂടെ ആളുണ്ടാവുന്നത്, ഫാമിലി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ പണ്ട് മസിനഗുഡിയിൽ ഫാമിലി ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആളുകൾ, ഞങ്ങളുടെ മാമനായിരുന്നു വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത്, മാമനെ വന്ന് അടിയായിരുന്നു. അവിടെ മൊത്തം അടിയായിരുന്നു. ഒന്നുമില്ല, അവർ വെള്ളം അടിച്ചിട്ടുണ്ട്, കള്ളുടിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വന്നാൽ നിങ്ങൾ മലയാളീസ് ഞങ്ങളെ അണ്ണന്മാരെന്ന് വിളിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. നിവർത്തികേടല്ലേ? ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലമാണ്, എന്ത് ചെയ്യാൻ പറ്റും? മാമൻ കഴിഞ്ഞാൽ കൂടെയുള്ള ഏറ്റവും വലുത് ഞാനാണ്. ഞാനന്ന് 6ലോ 7ലോ അങ്ങാണ്ട് പഠിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു മാറ്റാൻ പോലും പറ്റാത്ത അവസ്ഥ. മാമന് നല്ല ആരോഗ്യമുണ്ട്, പിടിച്ച് നിൽക്കുന്നുണ്ട്. എങ്ങനെയോ അവസാനം നാട്ടുകാരൊക്കെ കുറേ അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടുകാർ വരുന്നത്, പിടിച്ചു മാറ്റുന്നത്. എന്നിട്ട് ഞങ്ങൾ ജീപ്പ് എടുത്ത് വന്ന് ഞങ്ങളെ ട്രേസ് ചെയ്യുക, അവർ പിന്തുടരുകയായിരുന്നു. എങ്ങനെയോ നാട്ടിലെത്തുകയാണ് ചെയ്തത്. എൻ്റെ ബാക്കി പത്രം പറയുന്നത് പിന്നീട് അവരിവിടെ വന്നപ്പോൾ ഇവിടെ മൊത്തം അടി ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിവർത്തികേടാണ്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മസിനി കൂടി പോകുന്നത് ഭംഗി ആസ്വദിക്കാനാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറേ ആളുകളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ, പക്ഷേ സ്ത്രീകളായിരുന്നു. എൻ്റെ ചേച്ചിയും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വേറൊരു ചേച്ചി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എൻ്റെ അനിയനുണ്ടായിരുന്നു. അനിയൻ ചെറിയ കുട്ടിയാണ്, അനിയൻ്റെ ഫ്രണ്ട്, അവനും ചെറിയ കുട്ടിയാണ്. ഇത്രക്കും ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോൾ പോലും ഇങ്ങനെ ഒരാൾക്ക് തോന്നാം അല്ലേ? അത് അവർക്ക് തോന്നിയെന്നല്ലേ? തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ അപകടത്തിൽ പെടുന്നത്. അതെ. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക. അവിടെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക. അതെ, സ്വന്തം സെക്യൂരിറ്റി അവനെൻ്റെ കയ്യിൽ വെക്കുക. അപ്പോൾ ഇതും സിനിമ എന്ന് പറഞ്ഞാലും ഒരു ഇൻഡസ്ട്രിയാണ്, അതും ഒരു ബിസിനസ് മേഖലയാണ്. അതും അതിൻ്റെതായ രീതിയിൽ വളർന്നു. നമ്മൾ സാധാരണ ചെറിയ ബിസിനസ് മേഖല, നമ്മൾ സാധാ ബിസിനസ് മേഖലയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇവിടെയും ഇത്തരം ട്രാപ്പുകൾ വരാം. കണ്ണ് തുറന്നിരിക്കണം, അതിലേക്ക് പോകരുത്. അതാണ് നമുക്കൊരു ട്രാപ്പുകൾ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എത്രത്തോളം ട്രാപ്പുകൾ, നമുക്ക് ട്രാപ്പുകൾ ഉണ്ടെന്ന് വെച്ച് പേടിച്ച് നിൽക്കാൻ കഴിയില്ല. ഇല്ല. പക്ഷേ ട്രാപ്പുകൾ വന്നാൽ വരാണ്ടിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങളിപ്പോൾ പരിശോധിച്ചാൽ അറിയാം, പല ലേഡീസിൻ്റെ കയ്യിലും പെപ്പർ സ്പ്രേ ഉണ്ട്, അവരവരുടെ ബാഗിൽ വെച്ചിട്ടുണ്ട്. പ്രിക്കോഷൻ.